എങ്ങനെയാണ് ഈ വീഡിയോ ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. സത്യം പറയുകയാണെങ്കിൽ ഇത് കാണുമ്പോൾ ഉണ്ടല്ലോ ചങ്ക് പൊടിഞ്ഞു. അമ്മാതിരി ഒരു കാഴ്ചയാണത്. എന്താന്നായിരിക്കും അല്ലേ? കണ്ടു നോക്ക്. ആ അമ്മയുടെ കൈ ഇരിക്കുന്നുണ്ടല്ലോ, മുട്ടായി കവറൊന്നും അല്ല, അല്ലെങ്കിൽ ആരെങ്കിലും ഗിഫ്റ്റ് കൊടുത്ത സാധനമൊന്നുമല്ല. 10 മാസം ചുവന്ന് പ്രസവിച്ച 2 വയസ്സായ പൊന്ന് മകളാണ്. പിഞ്ചു മകളെയാണ് കൊന്നത്. അപ്പൊ ചോദിക്കും ആരാണ് കൊന്നതെന്ന്. അങ്ങ് ആന്ധ്രാപ്രദേശിലാണ് സംഭവം നടന്നത്. ഇന്നലെയാണ് നടന്നത്. ഇവര് ഒരു കുടുംബത്തോടൊപ്പം ക്ഷേത്രത്തിലോട്ട് പോവുകയാണ്. ക്ഷേത്രത്തിൽ കയറാൻ പോയപ്പം ക്ഷേത്ര ഭാരവാഹികൾ അവിടെ പിടിച്ചു നിർത്തിയിട്ട് ക്ഷേത്രത്തിന്റെ ഉള്ളിൽ കയറണമെങ്കിൽ പൈസ കെട്ടണം, 100 രൂപ. അവരുടെ കയ്യിൽ പൈസ കൊടുക്കാനില്ല. അവർ പറഞ്ഞ് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കമായപ്പോൾ ഈ ക്ഷേത്ര ഭാരവാഹികള് അവരുടെ ജാതിയെ കുറ്റം പറഞ്ഞ്, അല്ലെങ്കിൽ ജാതി കുറഞ്ഞവരെന്ന് പറഞ്ഞിട്ട് അവരെ ആക്രമിക്കാൻ തുടങ്ങി. അവസാനം തൻ്റെ കൂടെ പോയ എല്ലാവരെയും ആക്രമിക്കുന്നത് കാണുമ്പം ആ അമ്മ 2 വയസ്സായ പിഞ്ചു കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് അവരോട് പറഞ്ഞ് ഈ കുഞ്ഞിനെ ഓർത്തെന്നെങ്കിലും ഞങ്ങളെ ഒന്നും ചെയ്യരുതെന്ന്. എന്നിട്ട് ആ നായ്ക്കൾ, ക്ഷേത്ര ഭാരവാഹികൾ എന്താ ചെയ്തതെന്നറിയോ? ആ 2 വയസ്സായ കുഞ്ഞിനെ അവരെ എടുത്തെറിഞ്ഞു. ICയിൽ 2 ദിവസം കിടന്നെന്നാ പറയുന്നത് ആ കുഞ്ഞ്. അത് കഴിഞ്ഞിട്ട് ആ കുഞ്ഞ് മരിച്ചു. ആ പിഞ്ചു കുഞ്ഞിന്റെ മൃതശരീരമാണ് ആ അമ്മയുടെ കയ്യിൽ നിൽക്കുന്നത്. അതെ, അല്ലാതെ ട്രോഫിയൊന്നും അല്ല. ചങ്ക് പൊട്ടി നിൽക്കുകയാണ് ആ അമ്മ. ആരാടാ പറഞ്ഞത് നമ്മുടെ നാട്ടിൽ ജാതിയൊക്കെ കഴിഞ്ഞെന്ന്? ആരാ പറഞ്ഞത്? കുറഞ്ഞവരും കൂടിയവരും എല്ലാവരും ജാതി തന്നെയാണ്. നീ പള്ളിയിലാണെങ്കിലും ക്ഷേത്രത്തിലാണെങ്കിലും ചർച്ചിലാണെങ്കിലും 2000 രൂപ കൊടുക്കുന്നവൻ മുന്നിൽ, 100 കൊടുക്കുന്നവൻ പിന്നിൽ. അവിടെയും ജാതി പറയും. ജാതി പറയാത്തവരാരാ ഉള്ളത്? ഇസ്ലാമിലും പറയാറുണ്ട്. എന്തൊക്കെയോ പേരുകളൊക്കെയാ പറയുന്നത്. അവർ കൂടിയവര്, മറ്റവര് കുറഞ്ഞവര്. അതേപോലെ തന്നെ ക്രൈസ്തവരിലും ഉണ്ട്, അതേപോലെ തന്നെ ഹിന്ദുക്കളിലും ഉണ്ട് ജാതി. എന്താണ്? എല്ലാം മനുഷ്യജാതി. ആർക്കോ വേണ്ടി ഉണ്ടാക്കിയ ജാതിയാണ്. ആ ജാതിന്റെ പോരലാണ് നമ്മുടെ നാട്ടിലെ എല്ലാ പ്രശ്നങ്ങളും നടക്കുന്നത്. എന്താ ചെയ്യുക? 100 രൂപ കൊടുക്കാത്ത ഇല്ലാത്തതിന്റെ പേരിലാണ് ആ പിഞ്ചു കുഞ്ഞ്. കണ്ടല്ലേ? നാലോചോക്ക്. ചെറിയ മോൻ അല്ലെങ്കിൽ മോള്, 2 വയസ്സ്. സത്യസന്ധമായ കാര്യമാണ് ഈ പറയുന്നത്. നടന്നതാണ്, ആന്ധ്രാപ്രദേശിൽ നടന്നതാണ്. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഈ കമന്റ് ബോക്സിൽ വെക്കുന്നുണ്ട്, കണ്ടു നോക്ക്. എന്താ പറയേണ്ടത്? ജാതി ഇല്ല നമ്മുടെ നാട്ടിലൊന്നും അല്ലേ? കറുത്തവനും വെളുത്തവനും ഒന്ന് കറുത്തു പോയി കഴിഞ്ഞാൽ അവൻ കർമ്പൻ, അല്ല അവൻ കരിപിടിച്ചവൻ എന്ന് പറയുന്നവരും എന്നെ ഇവിടെ ഉണ്ട് നമ്മുടെ നാട്ടിൽ, ഇല്ലേ? എന്താ പറയുക? എന്നാ നന്നാവുക, എന്നാ മാറുക? ദൈവത്തിനറിയാം. ആ പിഞ്ചു കുഞ്ഞിന്റെ ജീവൻ പോയപ്പം അങ്ങ് പോയി അല്ലേ?